Welcome everyone to my Lodestar YouTube channel. ട്രാൻസ്ലേഷൻ തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന ടെക്സ്റ്റിൽ അനുവാദ് കാ സ്വരൂപ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അനുവാദ് കാ സ്വരൂപ്. സ്വരൂപ് മാനെ ക്യാ ഹെ? സ്വരൂപ് എന്താണ്? സ്വരൂപ് എന്ന ഈ വാക്കിൻ്റെ അർത്ഥം ഫോം. अनुवाद का स्वरूप मतलब अनुवाद का जो फॉर्म है उसके बारे में बता रहे हैं इस टॉपिक के अंतर्गत. अनुवाद भाषाओं के बीच संप्रेषण की प्रक्रिया है. इसके लिए अंग्रेजी में ट्रांसलेशन, फ्रेंच में ट्रेडक्शन आदि शब्द चलते हैं. अनुवाद भाषाओं के बीच संप्रेषण की प्रक्रिया है. ये अनुवाद भाषाओं के बीच जो दो भाषाएं हैं उसके बीच संप्रेषण की प्रक्रिया है. संप्रेषण में माने क्या है? संप्रेषण मतलब कम्युनिकेशन. कम्युनिकेशन की प्रक्रिया दो भाषाओं के बीच में संप्रेषण माने क्या है? कम्युनिकेशन. कम्युनिकेशन की जो प्रक्रिया करती है. इसके लिए अंग्रेजी में ट्रांसलेशन. इसके लिए अंग्रेजी में जो बता रहे हैं अंग्रेजी में ट्रांसलेशन, फ्रेंच में ट्रेडक्शन आदि शब्द चलते हैं. അപ്പം ഇംഗ്ലീഷിൽ അനുവാദിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ എന്നും ഫ്രഞ്ചിൽ ട്രഡക്ഷൻ എന്നും. ട്രാൻസ്ലേഷൻ ശബ്ദ लाटिन के ट्रांसलेशन के संयोग से बना है. ട്രാൻസ്ലേഷൻ എന്ന ആ ശബ്ദം ലാറ്റിൻ ഭാഷയുടെ ട്രാൻസ്ലേഷൻ എന്ന ഒരു വാക്കിൻ്റെ സംयोग से बना है. इसका मतलब है पार ले जाना, टू कैरी अक्रॉस. ട്രാൻസ്ലേഷൻ അതിൻ്റെ മീനിങ് ആണ് ഇവിടെ പറയുന്നത്. इसका मतलब है पार ले जाना, टू कैरी अक्रॉस. അതാണ് അതിൻ്റെ അർത്ഥം. ഹിന്ദി, മറാठी, पंजाबी, असमिया, गुजराती, बंगला और तेलुगु में अनुवाद का कार्य खूब चल रहा है. അപ്പം ഈ പറഞ്ഞ ലാംഗ്വേജുകളിലൊക്കെ ഈ അനുവാദ് ട്രാൻസ്ലേഷൻ എന്ന ആ പ്രക്രിയ ഇപ്പോൾ നല്ല വണ്ണം അതായത് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുത് അച്ചി തറ ചൽ റഹാ ഹെ. ആജ് അനുവാദ് കാ അർത്ഥ ഹെ. ആജ് അല്ലേ, കുറേ കാലങ്ങൾ മാറ്റം വരുമ്പോൾ അതുപോലെ തന്നെ അനുവാദ് എന്ന ആ ഒരു അതിൻ്റെ മീനിങ്ങിലും അതിൻ്റെ അന്തസത്തയിലും അല്ലെങ്കിൽ അതിൻ്റെ സ്വരൂപത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് അനുവാദിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവാദിൻ്റെ അർത്ഥം എന്നതാണെന്നാണ് പറയുന്നത്. പഹലെ കിസി ഭാഷാ മേം ലിഖി ഗയി യാ കഹി ഗയി ബാത് കോ പീछे കിസി അന്യ ഭാഷയെ മേം ലിഖ്ന യാ കഹന. പെഹലെ കിസി ഭാഷാമേം അല്ലേ, ആദ്യം ഒരു ഭാഷയിൽ എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ബാത്തുക്കു പീछे കിസി അന്യ ഭാഷാമേം ഓർ കൊയ് ദൂസരെ ഭാഷാമേം ലിഖിന യാ ഖഹിന. മറ്റൊരു ഭാഷയിൽ, ഒരു ഭാഷയിൽ പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു ഭാഷയിൽ പറയുകയോ എഴുതുകയോ ചെയ്യുക. അതാണ് അനുവാദ് എന്നതിൻ്റെ അർത്ഥം. अनुवाद एक परघाय प्रवेश की प्रक्रिया है. അനുവാദ് കാ സ്വരൂപിലെ ആ ടോപ്പിക്കിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു സബ് ടോപ്പിക്കായിട്ട് ഒരു 3 ടോപ്പിക്സ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണിത്. അനുവാദ് ഏക് പരഘായ പ്രവേശ് കി പ്രക്രിയ ഹെ. അനുവാദ് ഏക് പരകായ പ്രവേശ് കി പ്രക്രിയ ഹെ. നമ്മൾ പരകായ പ്രവേശം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു ശരീരത്തിൽ ഉള്ള ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുക അല്ലേ, അതിനെയാണ് പരകായ പ്രവേശം എന്ന് പറയുക. ഇവിടെ अनुवाद की प्रक्रिया की तुलना आत्मा के परगाय प्रवेश की प्रक्रिया से की जा सकती है. അനുവാദ് എന്ന പ്രക്രിയയെ എന്തുമായിട്ടാണ് ഇവിടെ തുലനം ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്? ആത്മാക്കെ പരകായ പ്രവേശ്, ഒരു ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുക എന്ന പ്രക്രിയയുമായിട്ടാണ് താരതമ്യം ചെയ്ത് പറയുന്നത്, അതായത് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്.
आधुनिक संदर्भ में इस परिकल्पना का प्रयोग बहुत प्रचलित है. അപ്പോൾ ആധുനിക സന്ദർഭത്തിൽ ഈ ആധുനിക കാലത്തിൽ ഈ പരികൽപ്പന അല്ലെ ഈ ഹിപ്പോത്തിസിസ് ബഹുത് പ്രചലിത് ഹെ, ഇത് വളരെ പ്രചാരത്തിൽ ഉണ്ട്, ഇതിന് വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുണ്ട്. भाव आत्मा है तो भाषा शरीर है. भाव आत्मा है यानी भाषा शरीर है. अतः स्रोत भाषा के भावों की आत्मा का प्रवेश लक्ष्य भाषा के शरीर में हो जाता है. സ്രോത് ഭാഷ അല്ലേ, ഏത് ഭാഷയിൽ നിന്നാണോ നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സ്രോത് ഭാഷാക്കെ ഭാവോം കി ആത്മാക്കാ പ്രവേശ്. അപ്പോൾ ഭാവം എന്ന് വെച്ചാൽ ആത്മാവാണ്. അപ്പോൾ സ്രോത് ഭാഷയിലെ ഭാവങ്ങളാകുന്ന ആത്മാവിനെ എവിടേക്ക് പ്രവേശിപ്പിക്കണം? ലക്ഷ്യഭാഷാക്കെ ശരീരമേം. ലക്ഷ്യഭാഷ, ഭാഷ ശരീരാണ് അല്ലേ, ഭാഷ ശരീരാണ്, ഭാവ ആത്മാവാണ്. അപ്പം സ്രോത് ഭാഷയിലെ ഭാവങ്ങളാകുന്ന ആത്മാവിനെ ലക്ഷ്യഭാഷ എന്ന ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അതാണ് പരകായ പ്രവേശം. अनुवाद एक भाषा से दूसरी भाषा में अर्थ के अंतरण की प्रक्रिया है. अनुवाद एक भाषा से ഒരു ഭാഷയിൽ നിന്നും दूसरी भाषा में മറ്റൊരു ഭാഷയിലേക്ക് अर्थ के अंतरण की प्रक्रिया है. അർത്ഥത്തെ സ്വാംശീകരിക്കുക അല്ലെ. अंतरण करना मीन्स टू ट्रांसफर ആണ്. अंतरण करना मीन्स क्या है? व्हाट? टू ट्रांसफर. അപ്പം एक भाषा से दूसरी भाषा में अर्थ के अंतरण की प्रक्रिया, मीनिंग को टू ट्रांसफर करना है अनुवाद. डॉक्टर जॉनसन की प्रसिद्ध परिभाषा ഈ സന്ദർഭമേം ഉല്ലേഖനീയ ഹെ. ഡോക്ടർ ജോൺസന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പരിഭാഷയാണ്, അത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഏക് ആധുനിക വിചാരക് MH സ്മിത്ത് കെ അനുസാർ, ഒരു ആധുനിക ചിന്തകനായിട്ടുള്ള MH സ്മിത്ത് പറയുന്നതനുസരിച്ചിട്ട് അനുവാദ് കാ താത്പര്യ ഹെ, അനുവാദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അർത്ഥകോ ബനായെ രഖ്തെ ഹുയെ അന്യ ഭാഷാമേം അന്തരൻ കർണ. അർത്ഥക്കോ ബനായി രഖ്തെ ഹുയെ, അർത്ഥം ഒട്ടും ചോർന്നു പോവാതെ അത് നിലനിർത്തിക്കൊണ്ട് അന്യഭാഷാമേം ആന്ധരൻ കർണ. അന്യഭാഷ മീൻസ് ദൂസരി ഭാഷാമേം, നമുക്ക് ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷാമേം ടു ട്രാൻസ്ഫർ കർണ. അപ്പോൾ അർത്ഥം ഒട്ടും ചോർന്നു പോവാതെ അത് മാറിപ്പോവാതെ അതേ മീനിങ്ങോട് കൂടിയിട്ട് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ഫർ കർണ. അതാണ് എന്താണ് അനുവാദ് എന്നതുകൊണ്ട് MH സ്മിത്ത് പറയുന്നത്. पीटर न्यूमार्क कहते हैं कि हम पीटर न्यूमार्क के अनुसार अनुवाद में अर्थ के नष्ट होने की यह प्रक्रिया बहुत कुछ घटती बढ़ती रहती है. अर्थ के नष्ट होने की यह प्रक्रिയ, അതായത് അതിൻ്റെ മീനിങ്ങിനെ, അതിൻ്റെ അന്തസത്തയെ, അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ഭാവത്തിനെ നഷ്ട ഹോനേക്ക് യഹ് പ്രക്രിയ, നഷ്ടമാക്കുന്ന ഈ പ്രക്രിയ ബഹുത്ത് കുച്ച് ഘട്ടി ബഡ്തി റഹത്തി ഹെ അല്ലേ, അത് കുറഞ്ഞും കൂടിയും ഇരിക്കുന്നു. കബി സ്യാധ അർത്ഥ ഹോ ജാതാ ഹെ ഓർ കബി കം അർത്ഥ ഹി അനുദിത് ഹോ ജാതാ ഹെ. അപ്പം ചിലപ്പോൾ സ്യാധ അർത്ഥ ഹോ ജാതാ, ചിലപ്പോൾ കുറച്ച് വലിയ മീനിങ് ആയിരിക്കും. ഓർ കബി കം അർത്ഥ ഹി അനുദിത് ഹോ ജാതാ ഹെ, ചിലപ്പോൾ കം അർത്ഥ്, വളരെ ചെറിയൊരു മീനിങ് മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണുകയുള്ളൂ. അപ്പം നമ്മളുടെ സ്രോത ഭാഷയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു മീനിങ്ങിനെ, ആ ഒരു അന്തസത്തയെ മുഴുവനായിട്ടും മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റിക്കൊള്ളണം എന്നില്ല അല്ലേ. ചിലപ്പോൾ വളരെ ചെറിയൊരു മീനിങ് മാത്രമേ അത് ലക്ഷ്യഭാഷയിൽ എത്തിച്ചേരുകയുള്ളൂ. അല്ലെങ്കിലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതിനേക്കാളും, സ്രോത ഭാഷയിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാളും ഒരുപാട് വലിയ അർത്ഥങ്ങളായിരിക്കും ചിലപ്പോൾ അത് ലക്ഷ്യഭാഷയിൽ എത്തിച്ചേരുമ്പോൾ. ഇങ്ങനെ അത് ഘട്ടത്തി ബഡ്ത്തി റഹത്തി ഹെ അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. लियोनार्ड फास्टर के शब्द में अनुवाद स्रोत भाषा के प्रतीकों और चिन्हों का लक्ष्य भाषा है अंतरण है.
ലിയനോഡ് ഫാസ്റ്റർ കെ ശബ്ദമേ, ഇവിടെ ലിയനോഡ് ഫാസ്റ്റർ എന്ന ഒരു ചിന്തകന്റെ അഭിപ്രായത്തിൽ അനുവാദ് സ്ത്രോത് ഭാഷ കെ പ്രതീകോം, പ്രതീകോം മാനെ ക്യാ ഹെ സിംബൽസ്, അനുവാദ് എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സ്ത്രോത് ഭാഷ കെ പ്രതീകോം, സ്ത്രോത് ഭാഷയിലെ പ്രതീകങ്ങളെ, സിംബൽസിനെ, ഓർ ചിഹ്നോം, ചിഹ്നങ്ങളും സിംബൽസ് ചിഹ്നോം കാ ലക്ഷ്യ ഭാഷാമേം അന്തരൻ കർണ, ലക്ഷ്യ ഭാഷയിലേക്ക് ट्रांसफर करना। डोस्टर्ड के अनुसार अनुवाद प्रायोगिक भाषा विज्ञान अप्लाइड लिंग्विस्टिक्स की वह शाखा है। पर ഡോസ്റ്റഡ്സിൻ്റെ അനുസരിച്ച് പറയുകയാണെങ്കിൽ അനുവാദ് പ്രായോഗിക് ഭാഷാ വിജ്ഞാൻ എന്താണ്? അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ്, അതിൻ്റെ ഒരു ശാഖയാണ്. जिसका संबंध प्रतीकों के एक सुनिश्चित समुच्चय से दूसरे समुच्चय में अर्थ के अंतरण से है. അപ്പോൾ ഇതിനെന്തുമായിട്ടാണ് ബന്ധം? ഈ ശാഖയ്ക്ക്, ഈ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ അനുവാദ പ്രായോഗിക് ഭാഷാ വിജ്ഞാൻ അല്ലേ, ഇവിടെ പറഞ്ഞല്ലോ പ്രായോഗിക് ഭാഷാ വിജ്ഞാൻ, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് തിയറി അല്ലേ. അപ്പം അത് ഏതുമായിട്ടാണ് ബന്ധം? ജിസ്ക സംബന്ധ് പ്രതീകോം കെ ഏക് സുനിശ്ചിത സമുച്ചയ്, പ്രതീകങ്ങളുടെ അല്ലേ, സിംബൽസിൻ്റെ ഒരു സുനിശ്ചിതമായിട്ടുള്ള, അതായത് നിശ്ചിതമായിട്ടുള്ള ആ ഒരു സമുച്ചയ് അല്ലേ, സമുച്ചയ് മീൻസ് കൂട്ടം, അതിനെ दूसरे समुच्चय में अर्थ के अंतरन से है, दूसरे समुच्चय മറ്റൊരു കൂട്ടത്തിലേക്ക് अर्थ के अंतरन അതിൻ്റെ മീനിങ്ങിനെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞ ടോപ്പിക്ക് അനുവാദ് ഏക് പരഖായ് പ്രവേശ് കി പ്രക്രിയ ഹെ, അനുവാദ് കാ സ്വരൂപ് എന്ന ടോപ്പിക്കിനകത്ത് 3 സബ് ടോപ്പിക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് വൺ, അനുവാദ് ഏക് പരഖായ് പ്രവേശ് കി പ്രക്രിയ ഹെ. ഇനി दूसरा अनुवाद सांस्कृतिक संदर्भों के एकीकरण के माध्यम है, अनुवाद सांस्कृतिक संदर्भों के एकीकरण के माध्यम है. अनुवाद की सामाजिक सांस्कृतिक समस्याओं के अध्ययन में उनके साहचर्य संदर्भ कॉन्टेक्स्ट ऑफ सिचुएशन का सिद्धांत काफ़ी उपयोगी है. അനുവാദ് കി സാമാജിക് സംസ്കൃതി, അനുവാദിൻ്റെ സാമൂഹികമായിട്ടുള്ള ആ ഒരു സംസ്കാരം, അതിൻ്റെ സമസ്യാവും അതിൻ്റെ പ്രോബ്ലംസ് കി അധ്യയനമേം, അതിൻ്റെ പഠനത്തിൽ, അപ്പോൾ സാമൂഹികവും അതുപോലെ സാംസ്കാരികവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രോബ്ലംസ്, അതിൻ്റെ പഠനത്തെക്കുറിച്ച് അധ്യയനമേം ഉൻകെ സാഹചര്യ സന്ദർഭ് മീൻസ് കോണ്ടെക്സ്റ്റ് സിറ്റുവേഷൻസ്, അതിൻ്റെ സാഹചര്യ സന്ദർഭ് മീൻസ് അസോസിയേറ്റീവ് റെഫറൻസ് സിദ്ധാന്ത് കാഫി ഉപയോഗി ഹെ. അപ്പോൾ ഇവിടെ ഏത് സിദ്ധാന്തമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്? അതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഏത് സിദ്ധാന്തമാണ് ഉപയോഗിക്കുന്നത്? സാഹചര്യ സന്ദർഭ് യാനി കോണ്ടെക്സ്റ്റ് സിറ്റുവേഷൻ, ഞാനിവിടെ പറഞ്ഞതുപോലെ അസോസിയേറ്റീവ് റെഫറൻസ് എന്ന സിദ്ധാന്തമാണ് ഇവിടെ കാഫി ഉപയോഗി ഹെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സാഹചര്യ संदर्भ का संबंध किसी भाषा के शब्दों के सांस्कृतिक संदर्भों से है. സാഹചര്യ സന്ദർഭ് മീൻസ് അസോസിയേറ്റീവ് റെഫറൻസ് का संबंध, അത് ഏതുമായിട്ടാണ് അതിന് ബന്ധം? കിസി ഭാഷാക്കെ ശബ്ദോംക്കെ, ഏതെങ്കിലും ഒരു ഭാഷയുടെ ശബ്ദത്തിന് സാംസ്കൃതിക് സന്ദർഭവും സേ, അതിൻ്റെ അസോസിയേറ്റീവ് റെഫറൻസുമായിട്ടാണ് അതിന് ബന്ധം. यहाँ पर संस्कृति का तात्पर्य जनता के जीवन के तौर तरीकों, परंपराओं और अन्य सामाजिक एवं भौगोलिक विशिष्टताओं से है. यहाँ पर संस्कृति का तात्पर्य, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു സാഹചര്യ സന്ദർഭ് എന്ന് പറയുന്നത് അല്ലേ, അതായത് സാംസ്കൃതിക് സമസ്യാവും. അപ്പം ഇവിടെ സംസ്കൃതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? താത്പര്യ ജനതാ കെ ജീവൻ കെ തൗർ തരീക്കോം, परंपराओं और अन्य सामाजिक एवं भौगोलिक विशिष्टताओं से है. അപ്പം സംസ്കൃതി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ തൗർ തരീക്കവും അല്ലേ, രീതികൾ, അവരുടെ ചില ജീവിത രീതികൾ, പരമ്പരാവും അവരുടെ പാരമ്പര്യം,
ഓർ അന്യ സാമാജിക ഏവം ഭൗഗോളിക് വിശിഷ്ടതാവും, അതുപോലെ മറ്റു തരത്തിലുള്ള സാമൂഹികവും അതുപോലെ ഭൂമിശാസ്ത്രപരവുമായിട്ടുള്ള വിശിഷ്ടതകൾ, ഇതൊക്കെയാണ് സാംസ്കൃതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഗത്തിൻ്റെ तौर तरीकों परंपराओं अन्य सामाजिक एवं भौगोलिक विशिष्टताओं ये सभी को क्या कहता है, संस्कृति के अंतर्गत आते हैं. स्रोत भाषा की संस्कृति अनुवाद की दृष्टि से अत्यंत महत्वपूर्ण तत्व है. स्रोत भाषा की संस्कृति നമ്മൾ ഏത് ഭാഷയിലേക്കാണോ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അതിനെയാണ് ലക്ഷ്യഭാഷ എന്ന് പറയുന്നത്. നമ്മുടെ മൂലഭാഷയാണ് സ്ത്രോത് ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ സ്ത്രോത് ഭാഷയുടെ സംസ്കൃതി എന്ന് പറയുമ്പോൾ അത് മുഖ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്ത്രോത് ഭാഷയുടെ ആ ഒരു സംസ്കൃതി കൂടി കണക്കിലെടുക്കണം, അതുകൂടി മൈൻഡിൽ വെച്ചേക്കണം. അനുവാദ की दृष्टि से अत्यंत महत्वपूर्ण तत्व है. उसके सांस्कृतिक तत्वों को लक्ष्य भाषा भाषी तक संप्रेषित किया जाता है अनुवाद में. അപ്പം അനുവാദ് എന്ന പ്രക്രിയയിൽ എന്താ നടക്കുന്നത്? ഉസ്കെ സാംസ്കൃതിക് തത്വംകോ, ആ സ്ത്രോത ഭാഷയുടെ सांस्कृतिक तत्वങ്ങളെ ലക്ഷ്യഭാഷാ ഭാഷി തക് സംപ്രേഷിത് കിയാ ജാതാ ഹെ. ലക്ഷ്യഭാഷയിലേക്ക് സംപ്രേഷിത്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു, അത് അതിനകത്തേക്ക് ട്രാൻസ്ഫേർഡ് ചെയ്യപ്പെടുന്നു. यहाँ अनुवाद एक तरह से सांस्कृतिक सेतु का कार्य करता है. അപ്പം ഇവിടെ അനുവാദ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ സാംസ്കൃതിക് സേതു ആണത്, അല്ലേ? സാംസ്കാരികപരമായിട്ടുള്ള ഒരു പാലം. ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർഗത്തിൻ്റെ സംസ്കാരം മറ്റൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വർഗത്തിലേക്ക്, മറ്റൊരു സംസ്കാരത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം, അറിവ് മറ്റൊരു സംസ്കാരമുള്ള മറ്റൊരു വർഗത്തിനകത്തേക്ക് എത്തിക്കുക എന്നുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ അതൊരു സാംസ്കാരിക് സേതു की तरह हम काम कर रहे हैं. ये अनुवाद प्रक्रिया, अनुवाद എന്ന പ്രക്രിയ ഇവിടെ സാംസ്കൃതിക് സേതു का कार्य करता है. अनुवाद एक व्याख्या. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടോപ്പിക്, അനുവാദ് एक व्याख्या. कुछ विद्वानों की राय में अनुवाद एक व्याख्या है. कुछ विद्वानों की राय में मीन्स मत में अनुवाद एक व्याख्या है. व्याख्या मीन्स एक्सप्लेनेशन. एक भाषा के शाब्दिक प्रतीकों की अन्य भाषा के शाब्दिक प्रतीकों के द्वारा अनुवाद व्याख्या करता है. एक भाषा के शाब्दिक प्रतीकों की, ഒരു ഭാഷയിൽ പറഞ്ഞിട്ടുള്ള ശാബ്ദിക് പ്രതീകവും, അല്ലേ? അതായത് ശാബ്ദിക് മീൻസ് ശബ്ദപരമായിട്ടുള്ള ശബ്ദപരമായിട്ടുള്ള സിംബൽസിനെ അന്യഭാഷാക്കെ, മറ്റൊരു ഭാഷയിലെ ശാബ്ദിക് പ്രതീകവും के द्वारा अनुवाद करना है, व्याख्या करता है. सभी तरह का अनुवाद कार्य आलोचनात्मक व्याख्या है. सभी तरह का अनुवाद कार्य, എല്ലാ തരത്തിലുമുള്ള അനുവാദ कार्य, अनुवाद प्रक्रिया आलोचनात्मक व्याख्या है. सभी क्या है? आलोचनात्मक व्याख्या है. रूसी लेखिका मेथनीकोवा के अनुसार अनुवाद एक तरह से टीका टिप्पणी करता है. हम टीका टिप्पणी के बारे में बातें करते हैं. टीका टिप्पणी मतलब क्या है? कमेंट्री. रूसी लेखिका मेदिनीकोവ के अनुसार, റൂസി ലേഖികയായിട്ടുള്ള മെദിനിക്കോവയുടെ അഭിപ്രായത്തിൽ അനുവാദ് ഏക് തരസെ, അനുവാദ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു ടീക്ക ടിപ്പണിക്ക് തരകെ, ഒരു കമൻട്രി പോലെയാണ്, അല്ലേ? കമൻട്രി എന്താണെന്ന് അറിയാലോ. നമ്മൾ ഒരു കളിയൊക്കെ, ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കമൻട്രി ഇങ്ങനെ, അല്ലേ? അതിനകത്ത് അവർ ഇങ്ങനെ ഇന്ന ചെയ്തു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ആ കമൻട്രി പോലെയാണെന്നാണ് ആര് പറയുന്നത്? റൂസി ലേഖികയായിട്ടുള്ള മെദിനിക്കോവ അഭിപ്രായപ്പെടുന്നത്. व्याख्या के रूप में अनुवाद एक सृजनात्मक मीन्स क्रिएटिव प्रक्रिया है.
വ്യാഖ്യ के रूप में, വ്യാഖ്യ മീൻസ് എക്സ്പ്ലനേഷൻ അല്ലേ, എക്സ്പ്ലനേഷൻ്റെ രൂപത്തിൽ അനുവാദ് ഒരു ക്രിയേറ്റീവ് ആണ് അല്ലേ, ഒരു സൃജനാത്മക പ്രക്രിയയാണ് എന്ത് ഈ അനുവാദ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വ്യാഖ്യ അല്ലേ, എക്സ്പ്ലനേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതൊരു ആലോചനാത്മക വ്യാഖ്യാണെന്ന് പറഞ്ഞു അല്ലേ. അനുവാദ് കാര്യ എന്ന് പറയുന്നത് ആലോചനാത്മക വ്യാഖ്യാണെന്ന് പറഞ്ഞു, അതായത് ഒരു ക്രിറ്റിസിസം പോലെ അല്ലേ, ക്രിറ്റിസിസം പോലെയാണെന്ന് പറഞ്ഞു. ദെൻ മേദിനി കോവ പറയുന്നത് അനുസാർ അനുവാദ് എന്താണ്, ഒരു ടീക്ക ടിപ്പണിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ സൃജനാത്മക പ്രക്രിയയാണെന്ന് പറയുന്നുണ്ട് അനുവാദിനെ. अनुवाद स्रोत भाषा की पाठ्य सामग्री के लिए लक्ष्य भाषा की समतुल्य पाठ्य सामग्री द्वारा प्रतिस्थापन है. അനുവാദ് എന്ന് പറയുന്നത് സ്രോത ഭാഷാക്കി പാഠ്യസാമഗ്രി കേലിയെ, സ്രോത ഭാഷയിലുള്ള പാഠ്യസാമഗ്രിക്ക് വേണ്ടി ലക്ഷ്യഭാഷാക്കെ സമതുല്യ പാഠ്യസാമഗ്രി ദ്വാര പ്രതിസ്ഥാപൻ, ലക്ഷ്യഭാഷയിലുള്ള സമതുല്യ പാഠ്യസാമഗ്രി മുഖേന അതിനെ പ്രതിസ്ഥാപിക്കുക, പുനഃസ്ഥാപിക്കുക. पाठ्यसामग्री एवं अनुवाद समतुल्यता की काफ़ी चर्चा की सकती है. പാഠ്യസാമഗ്രി അതുപോലെ അനുവാദ സമതുല്യത ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഭാഷാ वैज्ञानिक अनुवाद में अर्थ एवं शैली के तत्वों को यथोचित महत्व देता है. ഭാഷാ വൈജ്ഞാനിക് അനുവാദമേ, ഭാഷാ വിജ്ഞാനത്തിൻ്റെ അനുവാദിൽ അർത്ഥ ഏവം ശൈലിക്ക് തത്വംക്കോ, അർത്ഥത്തിനും അതുപോലെ ശൈലിക്കുമാണ് യഥോചിത് മഹത്വ ദേഹേ, യഥോചിതം ഉചിതമായിട്ട് മഹത്വം കൽപ്പിക്കുന്നത് അർത്ഥത്തിനും ശൈലിക്കുമാണ്. ഓക്കെ, അനുവാദ കാ സന്ദർഭ ഹേ स्रोत भाषा के भावों के लिए लक्ष्य भाषा में निकटतम सहज समतुल्यता की सृष्टि करना है. അനുവാദ് ക സന്ദേശ്, അനുവാദ് എന്നതിൻ്റെ സന്ദേശം, ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ സ്രോത് ഭാഷാക്കെ ഭാവവും കേലിയെ, സ്രോത് ഭാഷത്തിൽ അടങ്ങിയിട്ടുള്ള ആ ഭാവവും മീൻസ് അർത്ഥം അല്ലേ, മീനിങ്, അതിനൊക്കെ വേണ്ടി ലക്ഷ്യഭാഷാമേം നിഖട്ടതം, അതായത് ലക്ഷ്യഭാഷയുടെ ഏറ്റവും അടുത്തെത്തിക്കുക അല്ലേ, ഏറ്റവും എത്രത്തോളം അത് ഭംഗിയായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്രോത ഭാഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ, അതിൻ്റെ അന്തസത്തയെ, അതിൻ്റെ അർത്ഥത്തിനെ ലക്ഷ്യഭാഷയിലേക്ക് മാക്സിമം അല്ലേ, അതാണ് നികട്ടതം സഹജ് സമതുല്യതാക്കി സൃഷ്ടിക്കർണ. നികട്ടതം സഹജ് സമതുല്യത അല്ലേ, വളരെ അടുത്ത് എത്തുന്ന പോലെ, അതുപോലെ തന്നെ അല്ലേ, അത്രത്തോളം തന്നെ. പിന്നെയോ സഹജ് അല്ലേ, വളരെ സഹജമായിട്ട് സാമാന്യമായിട്ട്, സമതുല്യത സമമായിട്ട് തുല്യമായിട്ട് സൃഷ്ടിക്കുക. यह സമതുല്യത പ്രഥം तो अर्थ की होती है और द्वितीय शैली की. അപ്പം ഈ സമതുല്യത ആദ്യം എവിടെയാണ് വേണ്ടത്? अर्थ की അല്ലേ, പ്രഥം अर्थ की होती है और द्वितीय രണ്ടാമതായിട്ട് ശൈലിക്ക്, പിന്നെ ശൈലി. അപ്പം ആദ്യം അർത്ഥത്തിനാണ് ഈ തുല്യത പ്രധാനം ഇമ്പോർട്ടൻസ് നോക്കേണ്ടത്, അതിനുശേഷമോ ദ്വിതീയ ശൈലിക്ക്, പിന്നെ രണ്ടാമതായിട്ട് ശൈലിക്കും അത്ര തന്നെ മഹത്വം ഉണ്ട്. उपरिक्त सिद्धांतों का समन्वय करते हुए अनुवाद के सिद्धांत का प्रतिपादन इस प्रकार किया जा सकता है. अनुवाद के संदर्भ में अर्थ ही पाठ्य की आत्मा है, जिसका अंतरण होता है, और शैली ही वह आवरण या शरीर है जिसमें अर्थ रूपी आत्मा निवास करती है. उपरिक्त सिद्धांतों का समन्वय करते हुए अनुवाद के सिद्धांत का प्रतिपादन इस प्रकार किया जा सकता है. അപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ കുറേ സിദ്ധാന്തങ്ങളുടെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് അല്ലേ, നമ്മളിപ്പോൾ ഒരു 3 സിദ്ധാന്തങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പം ഈ സിദ്ധാന്തങ്ങളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് കൂട്ടിക്കലർത്തിക്കൊണ്ട് അനുവാദ് കെ സിദ്ധാന്ത് കാ പ്രതിപാദൻ ഇസ് പ്രകാർ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ്. എന്താണത്? അനുവാദ് കെ സന്ദർഭമേം अर्थ ही पाठ्य की आत्मा है. അനുവാദ് കെ സന്ദർഭമേം അർത്ഥ് അർത്ഥമാണ് പാഠ്യ കി ആത്മാ എന്ന് പറയുന്നത്. ജിസ്ക അന്തരൺ ഹോത്താ ഹേ അല്ലേ, അന്തരൺ മീൻസ് ട്രാൻസ്ഫേർഡ്, അപ്പം ട്രാൻസ്ഫർ ചെയ്യുക. ജിസ്ക അന്തരൺ ഹോത്താ ഹേ ഓർ ശൈലി ഹി വഹ് ആവരൺ യാ ശരീർ ഹേ. അപ്പം അതിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഒരു ആവരൺ യാ ശരീർ ഹേ, ജിസ്മേം അർത്ഥ രൂപി ആത്മാ നിവാസ് കർത്തി ഹേ. അപ്പം അതിനകത്താണ്, ഈ ശരീരത്തിനകത്താണ് അർത്ഥരൂപിയായിട്ടുള്ള ആത്മാ നിവാസ് കർത്തി ഹേ, ആത്മാവ് വസിക്കുന്നത്.
अनुवाद की प्रक्रिया में अर्थ या आत्मा का अंतरण होता है. अनुवाद की प्रक्रिया में अनुवाद എന്ന പ്രക്രിയയിലെ अर्थ या आत्मा का अंतरण होता है. അർത്ഥത്തെ, അതിൻ്റെ മീനിങ്ങിനെ, അതിൻ്റെ അന്തസത്തെ ആത്മാക്ക അന്തരൻ, അതായത് ആത്മാവിനെ അന്തരൻ ഹോത്താ ഹെ. അന്തരൻ മീൻസ് ട്രാൻസ്ഫേർഡ് അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് അനുവാദിക്കി പ്രക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. स्रोत पाठ्य की शैली के विभिन्न स्तरों का लक्ष्य भाषा की शैली के विभिन्न स्तरों द्वारा प्रतिस्थापन होता है. അപ്പം സ്രോത് ഭാഷയിലെ ശൈലിക്ക് വിഭിന്ന സ്ഥലവും, ശൈലിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങൾ, അതിൻ്റെ ഓരോരോ സ്റ്റെപ്സ് അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ ലക്ഷ്യഭാഷയ്ക്ക് ഈ ശൈലിക്ക്, അതൊക്കെ ലക്ഷ്യഭാഷയുടെ ശൈലിയിലെ വിഭിന്ന സ്ഥലവും ദ്വാര പ്രതിസ്ഥാപൻ ഹോത്താഹെ. അതേപോലെ തന്നെ ഇവിടെ സ്രോത് ഭാഷയിൽ ഏത് ശൈലിയാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഏതൊക്കെയാണോ, അതിൻ്റെ അലങ്കാരം എന്താണ്, ഛന്ദ് എന്താണ്, അതിൻ്റെ ശൈലി എന്താണ്, അതിൻ്റെ അതൊക്കെ അതേപോലെ തന്നെ ലക്ഷ്യഭാഷയിലും അതേ ശൈലിയിൽ, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിൽ, അതിൻ്റെ അതേ ഘട്ടങ്ങളൊക്കെ കടന്നു പോയിട്ട് വേണം ഇതിൻ്റെ പ്രതിസ്ഥാപന ഹോത്താഹെ അല്ലേ, അതിൻ്റെ പ്രതിസ്ഥാപന പുനഃസ്ഥാപിക്കാനായിട്ട്. इस प्रकार अनुवाद में अभिव्यक्ति का विस्थापन, शिफ्ट टू एक्सप्रेशन, അതായത് ഇപ്രകാരം അനുവാദില് അഭിവ്യക്തിക വിസ്ഥാപൻ, അഭിവ്യക്തീകരണ അല്ലെ, വ്യക്തമാക്കുക, അതിൻ്റെ വിസ്ഥാപനാണ് ഷിഫ്റ്റ് ടു എക്സ്പ്രഷൻ സംഭവ് ഹോത്താ ഹെ. അപ്പം അഭിവ്യക്തിക വിസ്ഥാപനാണ് ഇവിടെ സംഭവിക്കുന്നത്. परघाय प्रवेश की प्रक्रिया के रूप में अनुवाद की परिकल्पना के अंतर्गत सांस्कृतिक संदर्भों का एकीकरण अनुवाद एक व्याख्या है आदि सिद्धांत को ही. അപ്പം ഇവിടെ പറയുന്നത് പരഘായ പ്രവേശ് की പ്രക്രിയയാണെന്ന് ആദ്യം ഒരു സിദ്ധാന്തത്തിൽ നമ്മൾ പറഞ്ഞു. അതിനുശേഷം അനുവാദ് की परिकल्पना के अंतर्गत सांस्कृतिक संदर्भों का एकीकरण ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അനുവാദ് एक व्याख्या है എന്ന് പറഞ്ഞു. ഈ മൂന്ന് ടോപ്പിക്കും, ഈ മൂന്ന് സിദ്ധാന്തങ്ങൾ ാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ആദ്യ സിദ്ധാന്തവും, ഈ മൂന്ന് സിദ്ധാന്തങ്ങളും സമാഹിത് കർ സക്തേ ഹെ, ഇത് മൂന്ന് സിദ്ധാന്തങ്ങളെയും സമാഹരിച്ച് ഒന്നിച്ച് ചേർത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ അനുവാദ് की इस प्रक्रिया में स्रोत भाषा की आत्मा एवं शरीर अर्थ एवं शैली का लक्ष्य भाषा की संस्कृति के अर्थ एवं शैली तत्वों में अंतरण एवं एकीकरण हो जाता है. അപ്പം അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷനായിട്ടാണ് ഇവിടെ ഒരു അവസാനം നമ്മളൊരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അനുവാദ് की इस प्रक्रिया में, അനുവാദ് എന്ന ഈ പ്രക്രിയയിൽ സ്രോത് ഭാഷാക്കി ആത്മാ ഏവം ശരീർ, സ്രോത് ഭാഷയുടെ ആത്മാവിനെയും ശരീരത്തിനെയും അർത്ഥ ഏവം ശൈലിക്ക, അതുപോലെ അർത്ഥം ശൈലിയിൽ ഇതിനെ ലക്ഷ്യഭാഷാക്കി സംസ്കൃതിക്ക് അർത്ഥ, ലക്ഷ്യഭാഷയിലേക്ക് അതിൻ്റെ സംസ്കൃതിക്ക് അർത്ഥ ഏവം ശൈലി തത്വമേം അന്തരൻ ഏവം ഏകീകരൺ ഹോ ജാതാ ഹെ, അർത്ഥങ്ങളെയും ശൈലിയെയും ഒക്കെ അതിനെ ഏകീകരിക്കുക, ലക്ഷ്യഭാഷയിലേക്ക് ഏകീകരിച്ച് കൊണ്ടുവരിക. സംക്ഷേപമേം സ്രോത് पाठ की शैलीगत संरचना का लक्ष्य पाठ की शैलीगत संरचना द्वारा प्रतिस्थापन होता है. സംക്ഷേപമേം, വീണ്ടും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സ്രോത് പാഠിക്ക്, അതായത് സ്രോത് ഭാഷയിലുള്ള ഒരു പാഠത്തിനെ ശൈലീഗത സംരചനാക്ക, അതിൻ്റെ ശൈലീഗതമായിട്ടുള്ള സംരചന, ശൈലി അർത്ഥവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംരചനാക്ക ലക്ഷ്യപാഠിക്ക് ശൈലീഗത സംരചന ദ്വാരാ, ലക്ഷ്യപാഠത്തിൻ്റെ ശൈലീഗതമായിട്ടുള്ള സംരചന അല്ലേ, ഐ മീൻ സ്റ്റൈലിസ്റ്റിക് കോമ്പോസിഷൻ, അതാണ് ശൈലീഗത സംരചന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റൈലിസ്റ്റിക് കോമ്പോസിഷൻ ആണ്. അപ്പം ആ ഒരു കോമ്പോസിഷൻ അല്ലെ, ആ സംരചന മീൻസ് കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം, സ്റ്റൈലിസ്റ്റിക് ആയിരിക്കണം. അപ്പം സ്രോത് ഭാഷയിൽ പറഞ്ഞിട്ടുള്ള ആ പാഠം
ഓൾറെഡി സ്രോത് ഭാഷയിൽ ചെയ്തിട്ടുള്ള ആ ഒരു കാവ്യം അല്ലെങ്കിൽ ആ ഒരു വർക്ക്, അതിൻ്റെ സ്റ്റൈലിസ്റ്റിക് കോമ്പോസിഷൻ, അത് അതേപടി ലക്ഷ്യപാഠത്തിൻ്റെ ലക്ഷ്യഭാഷയുടെ അതേ സ്റ്റൈലിസ്റ്റിക് കോമ്പോസിഷനിൽ തന്നെ പ്രതിസ്ഥാപൻ ഹോത്താ ഹെ, പ്രതിസ്ഥാപിക്കപ്പെടുക, പുനഃസ്ഥാപിക്കപ്പെടുക അല്ലെങ്കിൽ ട്രാൻസ്വേർട്ട് ചെയ്യപ്പെടുക. അതാണ് അനുവാദ് എന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഓക്കെ, അനുവാദ് കാ സ്വരൂപ് എന്നുള്ള ഈ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അടുത്തത് അനുവാദ് ശില്പ് ഹേ, കലാ ഹേ യാ വിജ്ഞാൻ ഹേ, അതാണ് അടുത്ത ടോപ്പിക്ക്. അനുവാദ് ശില്പ് ഹേ, കലാ ഹേ യാ വിജ്ഞാൻ ഹേ. അപ്പം അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.